ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെ തേടിപ്പോയ പോലീസിന് ലോട്ടറി. ഗുണ്ടാ നേതാവ് മരട് അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിലെ പഴയൊരു കേസിൽ അറസ്റ്റ് ചെയ്ത അനീഷിനെ കോടതി റിമാൻഡ് ചെയ്തു. ജാമ്യം ലഭിച്ചാൽ അനീഷിനെ കോയമ്പത്തൂർ ചാവടിയിൽ നിന്ന് എത്തിയിട്ടുള്ള പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തേക്കും. തന്നെ എൻകൗണ്ടറിൽ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് അടുത്തിടെ അനീഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തങ്ങൾ കൈമാറില്ലെന്നും തമിഴ്നാട് പോലീസിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാമെന്നും പോലീസ് വ്യക്തമാക്കി. ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെ തിരഞ്ഞുപോയ വടക്കൻ പരവൂർ പോലീസാണ് മുളവുകാട് സ്റ്റേഷൻ പരിധിയിൽ മരട് അനീഷുള്ള കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് മുളവുകാട് പോലീസ് എത്തി അനീഷിനെ കസ്റ്റഡിയിൽ എടുത്തെങ്കിലും അവിടെ കേസ് ഇല്ലാത്തതിനാൽ കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൈമാറി. ഇവിടെ 2005 അനീഷിൻ്റെ പേരിൽ വാറണ്ട് ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. തമിഴ്നാട്ടിലെ ചാവടിയിൽ നിന്നുള്ള പോലീസ് സംഘം കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഏറെക്കാലമായി കൊച്ചി നഗരത്തിൽ തന്നെ ഉണ്ടെങ്കിലും അനീഷിനെ പോലീസ് പിടികൂടിയിരുന്നില്ല. തനിക്ക് വധഭീഷണിയുണ്ടെന്ന് അനീഷ് പല മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു. തമിഴ്നാട് പോലീസ് തന്നെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തും എന്നതായിരുന്നു അനീഷിൻ്റെ ആരോപണം. കോയമ്പത്തൂരിനടുത്ത് മധുക്കരൈ ചാവടിയിൽ വെച്ച് സ്വർണം തട്ടിയെടുത്ത കേസാണ് അനീഷിനെതിരെ ഉള്ളത്. ഈ കേസിൽ ചാവടി പോലീസ് അന്വേഷിക്കുന്ന അനീഷ് കേരളത്തിലാണ് ഒളിവിൽ കഴിഞ്ഞത്. 2023 അനീഷ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായതിന് പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. പിന്നാലെ വിയ്യൂർ ജയിലിൽ വെച്ച് അനീഷിന് നേരെ വധശ്രമം ഉണ്ടായി. സഹതടവുകാരനാണ് അനീഷിനെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമിച്ചത്. തലനാരിഴയ്ക്കാണ് അനീഷ് അന്ന് രക്ഷപ്പെട്ടത്. 2012 ഡിണ്ടിഗലിൽ വെച്ച് തമിഴ്നാട് പോലീസ് നടത്തിയ വെടിവയ്പിൽ അനീഷിന്റെ അടുത്ത അനുയായി സിനോജ് കൊല്ലപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിലെ DMK നേതാവിനെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന സമയത്തായിരുന്നു ഇത്. ഈ കേസിൽ ഉൾപ്പെട്ട തൈക്കുടം സ്വദേശിയും അനീഷിന്റെ അനുയായിയുമായ പ്രദീപ് വർഗീസ് കഴിഞ്ഞ ഒക്ടോബറിൽ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. പ്രതീഷിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നായിരുന്നു അന്ന് അനീഷിന്റെ സംഘാംഗങ്ങൾ ആരോപിച്ചിരുന്നത്. മരട് അനീഷ് കൊച്ചിയിൽ പ്രശസ്തി നേടുന്നത് ഭായ് നസീറുമായുള്ള ഏറ്റുമുട്ടലിലൂടെയാണ്. ഭായ് നസീറിൻ്റെയും മരട് അനീഷിൻ്റെയും സംഘങ്ങൾ കൊച്ചിയിലെ പോലീസിന് തലവേദനയായിരുന്നു. ഇരു സംഘങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി. ഭായ് നസീർ ഇപ്പോൾ ഗുണ്ടാപ്രവർത്തനത്തിൽ സജീവമല്ല. വൃക്കരോഗിയായ ഭായ് നസീർ ഗുണ്ടാപ്രവർത്തനം മാറ്റിവെച്ചിരിക്കുകയാണ്. മരട് അനീഷും തമ്മനം ഫൈസലുമാണ് ഇപ്പോൾ കൊച്ചിയിലെ എതിരാളികൾ. അടുത്തിടെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തമ്മനം ഫൈസലിനെ അനീഷ് വെല്ലുവിളിച്ചിരുന്നു. തമ്മനം ഫൈസൽ ചതിയനായിരുന്നു എന്നൊക്കെ അനീഷ് പറഞ്ഞിരുന്നു അന്ന്. പിന്നീട് മറ്റൊരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ എറണാകുളത്തെ രാസലഹരി കടത്തുന്ന ഉന്നത വ്യക്തിത്വങ്ങളെപ്പറ്റി അനീഷ് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോഴൊക്കെ അനീഷ് എല്ലാ കുറ്റകൃത്യങ്ങളും അവസാനിപ്പിച്ചതായി പറഞ്ഞിരുന്നു. മാത്രമല്ല, തമിഴ്നാട്ടിൽ സ്പിരിറ്റ് കടത്തുന്ന ജോലി താൻ ഒരു കാലത്ത് ചെയ്തിരുന്നുവെന്നും അനീഷ് വെളിപ്പെടുത്തി. കൊച്ചിയെ വിറപ്പിക്കുന്ന അനീഷിന് പിന്നിൽ എന്തിനും പോകുന്ന ചെറുപ്പക്കാരുടെ സംഘമുണ്ട്. മരട് അനീഷ് പറയാതെ കൊച്ചിയിൽ ഇല പോലും അനങ്ങില്ല എന്നാണ് വെയ്പ്പ്. ആ അനീഷിനെയാണ് ബുദ്ധിപരമായ നീക്കത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോയമ്പത്തൂർ പോലീസിന് അനീഷിനെ കൈമാറരുത് എന്നാണ് അനീഷിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. കോയമ്പത്തൂർ പോലീസിന് കൈമാറിയാൽ സ്വർണം തട്ടിയെടുത്ത കേസും DMK നേതാവിനെ തട്ടിക്കൊണ്ടുപോയ കേസും പോലീസിന്
പോലീസ് അനീഷിന്റെ മേൽ കെട്ടിവെക്കുമെന്നും വ്യാജ ഏറ്റുമുട്ടലിലൂടെ അനീഷിനെ കൊലപ്പെടുത്തും എന്നുമാണ് അനീഷിന്റെ ബന്ധുക്കളുടെ വാദം. അനീഷിനെ ഒരു സ്പായിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹണി ട്രാപ്പ് കേസിലെ യുവതി നടത്തുന്ന സ്പായായിരുന്നു ഇത് അനീഷിന്റെ ബിനാമി സ്പായാണ് എന്നാണ് പോലീസ് കരുതുന്നത്. എറണാകുളം നഗരത്തിൽ ഉടനീളം അനീഷിന് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടെന്ന് പോലീസ് പറയുന്നു. അനീഷും അനീഷിന്റെ സംഘാംഗങ്ങളും ഇപ്പോഴും എറണാകുളത്ത്, കൊച്ചിയിൽ ആക്റ്റീവാണ്. ഹൈ ആക്റ്റീവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ സാഹചര്യത്തിലാണ് പോലീസ് അനീഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അനീഷിന്റെ കുടുംബാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. ജയിലിനുള്ളിലും അനീഷ് സുരക്ഷിതനല്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ബിയൂർ ജയിലിൽ വെച്ച് അനീഷിനെതിരെ നടന്ന വധശ്രമം ഉദാഹരണമായി അവർ ഉയർത്തിക്കാട്ടുന്നു. മരടനീഷ് മറ്റ് ഗുണ്ടകളെ അപേക്ഷിച്ച് കേരളത്തിലുടനീളം പ്രശസ്തനാകുന്നത് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലൂടെയാണ്. താൻ ഒരു കാലത്ത് ചെയ്തിരുന്ന ഗുണ്ടാ പ്രവർത്തനത്തെ പറ്റിയും ഒരു കാലത്ത് ചെയ്തിരുന്ന ബിസിനസ്സുകളെ പറ്റിയും അയാൾ തുറന്നു പറഞ്ഞപ്പോൾ ചാനലുകൾ അത് ആഘോഷിച്ചു. ഇപ്പോൾ അനീഷിനെ അറസ്റ്റ് ചെയ്തത് ആഘോഷിക്കുകയാണ് ചാനലുകൾ. തമ്മനം ഫൈസലും അനീഷും തമ്മിലുള്ള വൈരാഗ്യം വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുമെന്ന് കൊച്ചി പോലീസിന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. തമ്മനം ഫൈസലും അഭിമുഖങ്ങളുമായി പല ചാനലുകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇരുവരും തമ്മിലുള്ള വൈരാഗ്യം ഈ അഭിമുഖങ്ങളിൽ വ്യക്തമായിരുന്നു. കൊച്ചിയിൽ ഭായി നസീർ അടങ്ങിയതോടെ, തമ്മനം ഷാജി ഗുണ്ടാ പ്രവർത്തനം ഉപേക്ഷിച്ചതോടെ മരടനീഷിൻ്റെയും തമ്മനം ഫൈസലിൻ്റെയും സംഘങ്ങളാണ് ഇപ്പോൾ പരസ്പരം പോർവിളി നടത്തുന്നത്. മറ്റൊരു ഗുണ്ടാ നേതാവ് ഔറംഗസേബാണ്. ഒരു കാലത്ത് വെട്ടിൽ സുരേഷിനോടൊപ്പം ഉണ്ടായിരുന്ന ഔറംഗസേബ് ഇപ്പോൾ സ്വന്തമായി ഗുണ്ടാ സംഘങ്ങളെ വാർത്തെടുത്തിരിക്കുന്നു. അങ്ങനെ അങ്ങനെ 3 തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളാണ് കൊച്ചിയിൽ ഇപ്പോൾ സജീവം. ഇവർക്ക് വേണ്ടി എന്തിനും പോന്ന ചെറുപ്പക്കാരുടെ സംഘം തന്നെ ഉണ്ട്. മരടനീഷിന്റെ പേര് പച്ചകുത്തിയ ചെറുപ്പക്കാരുടെ സംഘങ്ങൾ കൊച്ചിയിൽ സജീവമാണ് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. എന്തായാലും മരടനീഷിന്റെ അറസ്റ്റ് മരടനീഷിന്റെ കുടുംബാംഗങ്ങൾ വിവാദമാക്കി മാറ്റിയിരിക്കുന്നു. കോയമ്പത്തൂരിലെ ചാവടിയിൽ നിന്ന് എത്തിയ പോലീസ് സംഘത്തിന് മരടനീഷിനെ കൈമാറരുത് എന്നാണ് അയാളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം. പോലീസ് അതിന് കൃത്യമായൊരു മറുപടി പറയുന്നില്ല. തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ ആവശ്യപ്പെട്ടാൽ കസ്റ്റഡിയിൽ നൽകും എന്നാണ് പോലീസ് നൽകുന്ന സൂചന.